ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് മാത്സ് എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് കൗണ്ട് ദ ഷേപ്സ്. അപ്പോൾ എന്താണ്, താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗറിൽ കുറച്ച് ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഷേപ്സ് ആണ്. അപ്പോൾ അത് കൗണ്ട് ചെയ്യണം. Look the picture of the bird given below. അപ്പോൾ താഴെ എന്താണ്, ഒരു ബേർഡിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ദെൻ അതിലെ എ ആക്ടിവിറ്റി, വിച്ച് ആർ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ, കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്സ്. അപ്പോൾ എന്തൊക്കെ ഷേപ്സ് ആണ് ഇതിലുള്ളത്, അപ്പോൾ ആ ഷേപ്പിൻ്റെ പേര് എഴുതുക, അതിൻ്റെ എണ്ണം അപ്പുറത്തെ കള്ളിയിലും എഴുതുക. അപ്പോൾ ആദ്യത്തേൽ എന്തൊക്കെ ഷേപ്സ് ഇതിൽ കാണുന്നുണ്ട്, ഒന്ന് അവർ തന്നിട്ടുണ്ട് സർക്കിൾ ഉണ്ട് എന്ന്. അപ്പോൾ സർക്കിൾ ഉണ്ട്. ദെൻ പിന്നെ ഇതിൽ എന്തൊക്കെയുള്ളത്, റെക്റ്റാങ്കിൾസ് ഉണ്ട് അല്ലേ, റെക്റ്റാങ്കിൾസ് ഉണ്ട്. പിന്നെ ഉള്ളത് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾസ് നമുക്ക് എണ്ണി നോക്കാം, റെക്റ്റാങ്കിൾസ് എത്ര എണ്ണം ഉണ്ട് എന്ന്. അപ്പോൾ റെക്റ്റാങ്കിൾസ് എണ്ണി നോക്കിയാൽ നമുക്ക് 1 2 3 എത്ര എണ്ണം കിട്ടും, 3 എണ്ണം കിട്ടും. അപ്പോൾ റെക്റ്റാങ്കിൾസ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ്, നെക്സ്റ്റ് നമുക്ക് ട്രയാങ്കിൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം. ട്രയാങ്കിൾ എത്ര എണ്ണമാണ്, ട്രയാങ്കിൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് തെറ്റാണ്ട് കൂട്ടുകാരെ എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ട്രയാങ്കിൾസ്, 11 11 എണ്ണം ഉണ്ട്. ഇനി സർക്കിൾസ് എത്ര എണ്ണമാണ്, 1 2 3 സർക്കിൾസ്. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താ, അതിലെ ബി ക്വസ്റ്റ്യൻ, ഡ്രോ ദ പിക്ചർ യൂസിങ് ഷേപ്സ്, ട്രയാങ്കിൾ, സ്ക്വയർ ആൻഡ് സർക്കിൾസ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾസും സ്ക്വയേഴ്സും സർക്കിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ ഏതെങ്കിലും ഫിഗർ വരയ്ക്കാം. ഒരു കുട്ടിയുടെ ഫിഗറോ, അല്ലെങ്കിൽ നമുക്ക് വീട് വരയ്ക്കാം, മാച്ച് ബോക്സ് വരയ്ക്കാം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ തന്നിരിക്കുന്ന സാധനം വെച്ചിട്ട് കൂട്ടുകാർ വരച്ച് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ. 15 balloons are needed to decorate Sayani's house for her birthday. അപ്പോൾ എന്താണ്, സയാനയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ 15 ബലൂൺസ് ആവശ്യമുണ്ട്. ഷി ചെക്ക് ദ പ്രൈസ് ഇൻ 2 shops. അപ്പോൾ എന്താണ്, 2 കടയിൽ എന്നിട്ട് ഇതിൻ്റെ പ്രൈസ് സയാനി അന്വേഷിച്ചു. In the first shop, the price of 1 balloon is 11 rupees. What is the total price for buying 15 balloons? അപ്പോൾ ആദ്യത്തെ കടയിൽ ഒരു ബലൂണിൻ്റെ വില എന്ന് പറയുന്നത് 11 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 15 ബലൂണുകളുടെ വില എത്രയായിരിക്കും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 15 × 11 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 165. അപ്പോൾ ഒന്നിൻ്റെ വില തന്നിട്ട് പിന്നെ എത്രയെങ്കിലും 15 എണ്ണത്തിൻ്റെ 10 എണ്ണത്തിൻ്റെ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ബലൂണിൻ്റെ വില എന്ന് പറയുന്നത് 11 രൂപയാണ്. അങ്ങനത്തെ 15 ബലൂൺസ് വേണം. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ 15 × 11 ചെയ്യുക. അപ്പോൾ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 165. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ സെക്കൻഡ് ഷോപ്പ് 1 balloon ഈസ് ഫ്രീ വെൻ യു ബൈ 4 balloons. 4 ബലൂൺ മേടിക്കുമ്പോൾ ഒരു ബലൂൺ ഫ്രീ കിട്ടും. ദ പ്രൈസ് ഓഫ് ഹൗ മെനി ബലൂൺസ് ഷുഡ് ബി പെയ്ഡ് ടു ഗെറ്റ് 15 balloons. അങ്ങനെയാണെങ്കിൽ 15 ബലൂൺസ് മേടിക്കാൻ എത്ര രൂപ വേണം. അപ്പോൾ ഇതെന്താ, 15 ബലൂൺസാണ് നമുക്ക് മേടിക്കേണ്ടത്. 4 ബലൂൺ മേടിക്കുമ്പോൾ കടക്കാരൻ എന്ത് ചെയ്യും, ഒരു ബലൂണ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു 4 ബലൂൺ മേടിച്ചു, ഒരെണ്ണം ഫ്രീ ആയി കിട്ടി. പിന്നെ നമ്മളൊരു 4 ബലൂൺ മേടിച്ചു, പിന്നെ ഒരെണ്ണം ഫ്രീ ആയി കിട്ടി. പിന്നെ നമ്മളൊരു 4 ബലൂൺ മേടിച്ചു, പിന്നെ നമുക്കൊരു ബലൂൺ ഫ്രീ ആയിട്ട് കിട്ടി. ഇപ്പോൾ നമ്മൾ എത്ര ബലൂൺ നമ്മൾ മേടിച്ചു, 4 × 3 12 ബലൂൺ നമ്മൾ മേടിച്ചു, 3 ബലൂൺ ഫ്രീ കിട്ടും ചെയ്തു. അപ്പോൾ 12 + 3 എത്രയായി, 15 ആയി. അപ്പോൾ എത്ര ബലൂണിൻ്റെ വില നമുക്ക് കൊടുത്താൽ മതി, 12 ബലൂണിൻ്റെ വില നമ്മൾ കൊടുത്താൽ മതി. ഇനി അടുത്ത
ഇനി അതിലെ സി ക്വസ്റ്റ്യൻ, ഇൻ ദിസ് ഷോപ്പ് ദ പ്രൈസ് ഓഫ് 1 ബലൂൺ ഈസ് 12 റുപ്പീസ്. അപ്പോൾ ഈ ഷോപ്പിൽ ഒരു ബലൂണിൻ്റെ വില എന്ന് പറയുന്നത് 12 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും? അപ്പോൾ ഒന്നിൻ്റെ വില തന്നിട്ടുണ്ട്, നമുക്ക് 12 എണ്ണത്തിൻ്റെ ബലൂൺസിൻ്റെ എണ്ണം വേണം, ബാക്കി 3 എണ്ണം നമുക്ക് ഫ്രീ ആയി കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യുക? 12 × 12 ചെയ്യുക. അപ്പോൾ 12 × 12 ചെയ്താൽ നമുക്ക് 144 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം, ക്രിക്കറ്റ് മാച്ച്. എ ക്രിക്കറ്റ് മാച്ച് വാസ് ഹെൽഡ് ബിറ്റ്വീൻ ബ്രദേഴ്സ് ക്ലബ്ബ് ആൻഡ് ഫ്രണ്ട്സ് ക്ലബ്ബ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് ബ്രദേഴ്സ് ക്ലബ്ബും അതുപോലെ ഫ്രണ്ട്സ് ക്ലബ്ബും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താ, ബ്രദേഴ്സ് ടീം ബാറ്റഡ് ഫസ്റ്റ് ആൻഡ് സ്കോർഡ് 276 റൺസ്. അപ്പോൾ ബ്രദേഴ്സ് ടീം എന്താണ് ബാറ്റ് ചെയ്തിട്ട് 276 റൺസ് ആദ്യം എടുത്തു. ദ റൺ സ്കോർഡ് ബൈ ഈച്ച് ബാറ്റ്സ്മാൻ ഈസ് ഗിവൺ ഓൺ ദ സ്കോർ ബോർഡ്. അപ്പോൾ ഓരോ ബാറ്റ്സ്മാനും എടുത്തിട്ടുള്ള സ്കോറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. രാഹുൽസ് റൺ ഈസ് മിസ്സിങ്. അപ്പോൾ രാഹുലിൽ എന്താണ് മിസ്സിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി റൺസ് ഡിഡ് രാഹുൽ സ്കോർ? അപ്പോൾ രാഹുൽ എത്ര പോയിൻ്റ് ആയിരിക്കും സ്കോർ ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ബാക്കിയുള്ളവരുടെ റൺസ് തന്നിട്ടുണ്ട്, രാഹുലിൻ്റെ മാത്രമാണ് തരാത്തത്. ടോട്ടൽ 276 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന റൺസൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് അത് ഈ 276 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? നമുക്ക് രാഹുലിൻ്റെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് 103 + 47 + 30 + 41. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 221 എന്ന് കിട്ടും. ആ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 221 276 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് രാഹുലിൻ്റെ കിട്ടും. അതായത് 276 - 221 ചെയ്താൽ നമുക്ക് 55 കിട്ടും. അപ്പോൾ രാഹുൽ സ്കോർ ചെയ്തിട്ടുള്ള റൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. then അതിലെ ബി ക്വസ്റ്റ്യൻ, ഫ്രണ്ട്സ് ക്ലബ് ബാറ്റഡ് സെക്കൻഡ്. ദേ സ്കോർഡ് 280 റൺസ് ആൻഡ് ഓൾ വർ ഔട്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൺസ് ഓഫ് 2 ടീംസ്? അപ്പോൾ എന്താണ്? അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്തത് എന്താ? ഫ്രണ്ട്സ് ക്ലബ്ബാണ്. അപ്പോൾ അവർ 218 റൺസ് എടുത്ത്. അങ്ങനെയാണെങ്കിൽ 2 റൺസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ 2 എണ്ണം തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കിട്ടിയ 276 നിന്ന് ഇപ്പോൾ കിട്ടിയ 218 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് നമുക്ക് കിട്ടും 55 എന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇതും കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.